ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കുട്ടികളുടെയൊക്കെ തലയിൽ വെക്കാൻ പറ്റുന്ന ക്രഞ്ചീസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 5 ഇഞ്ച് വീതിയും 25 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഈ തുണി നമുക്കിതാ ഇതുപോലൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. നല്ല വശം അകത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ അടിക്കുന്നത്. ഇതിൻ്റെ സൈഡൊന്ന് അടിച്ചു കൊടുക്കാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് നമ്മളിവിടെ അടിച്ചിരിക്കുന്നത്. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഈ അറ്റം ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു കൂർത്ത പെൻസിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട്, ഞാനിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് പുറത്തേക്ക് തള്ളി എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മളുടെ നല്ല വശം പുറത്തേക്ക് വന്നു. ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, അറ്റം ഒന്ന് ഉള്ളിലേക്ക് മടക്കി, കണ്ടോ, ആ അറ്റം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത അപ്പുറം സൈഡ് എടുത്തിട്ട് അതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. എന്നിട്ട് നമുക്കിവിടെ ഒന്ന് തയ്ച്ചെടുക്കാം. ഇവിടെ ഒരു തയ്ക്കുമ്പോൾ തീർത്തങ്ങോട്ട് തയ്ച്ചെടുക്കണ്ട, കുറച്ച് വശം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. തീർത്ത് തയ്ച്ചിട്ടില്ല. പിന്നെ കണ്ടോ, ഈ അടിവശത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് അതിലേക്ക് കൂടിയിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനാണ്. ഈ ഇലാസ്റ്റിക് എടുത്തിട്ട് അതിലേക്കൊന്ന് ഇതുപോലെ പിന്നോട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇലാസ്റ്റിക് എടുത്തത് ഒരു 6 ഇഞ്ച് നീളമുള്ള ഒരു ഇലാസ്റ്റിക്കാണ് എടുത്തത്. ഇതിന് ശരിക്കും അത്രയും വേണ്ട. ഞാനിതിപ്പോൾ 2 മടക്കായിട്ട് ഇടാനായിട്ടാണ്. ഒരു 3.5-4 ഇഞ്ച് മതിയാവും. 3.5 ഇഞ്ച് ആയാലും കറക്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ 2 അറ്റവും കൂടിയിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇവിടെ അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ച് അധികമായിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. കാരണം നമ്മൾ തലയിൽ ഇടുമ്പോഴത്തേക്കും വലിച്ച് മുറുക്കിയൊക്കെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം ഒരല്പം കൂടുതൽ സ്റ്റിച്ച് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും സ്റ്റിച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ തന്നെ അത് ഉള്ളിലേക്ക് കയറിപ്പോവും. കണ്ടോ, നമ്മളുടെ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറൊരു പീസ് തുണി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് 21 ഇഞ്ച് നീളവും ഇതിപ്പോൾ 11 ഇഞ്ച് വീതിയുമുള്ളൊരു തുണിയാണ് എടുത്തിരിക്കുന്നത്. 11 ഇല്ലെങ്കിലും ഒരു 7 ഇഞ്ച് 8 ഇഞ്ചൊക്കെ ആയാലും നമുക്ക് ഇത് ചെയ്തെടുക്കാം. ആ തുണി ഇങ്ങനെ ഇതേപോലെ 2ആയിട്ട് മടക്കി ഒന്ന് നടുവേ കൂടി ഇങ്ങനെ മടക്കി, കണ്ടോ, 4ആയിട്ട് മടക്കി ആ തുണി ഇങ്ങനെ മടക്കിയിട്ടിട്ട് മുകൾ ഭാഗത്ത്, അതായത് മടക്ക് വരുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അതായത് ഓപ്പണിംഗ് ഇല്ലാത്ത 4 ഇതുള്ള ഇവിടെ കണ്ടോ, ഈ ഒരു കോർണർ കണ്ടോ, അവിടെ നമുക്ക് ഓപ്പണിംഗ് ഇല്ല, ഫുൾ മടങ്ങി വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടൊന്ന് വരച്ചു കൊടുക്കാം. പിന്നെ സെൻറ്ററിൽ വന്നിട്ട് ഒരു 2.5 ഇഞ്ച്, 2 ഇഞ്ചായാലും കുഴപ്പമില്ല, 2 2.5 നമ്മളുടെ ഇഷ്ടത്തിന് എടുക്കാം. അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാർക്കിംഗ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ഓവൽ ഷേപ്പിൽ കണ്ടോ ഇങ്ങനെ ഒന്ന് താഴേക്ക് വരച്ചെടുക്കാം. ഇനിയിപ്പോൾ ആ സെൻറ്ററിൽ ഒരു 2.5 ഇട്ടത് അത്രയും വേണമെന്നില്ല കേട്ടോ. കുറച്ച് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കി എടുക്കാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് സൈസ് എടുക്കാം കേട്ടോ. നീളവും വീതിയും ഒക്കെ മുടി കൂടുതലുള്ളവരാണെങ്കിൽ ഒരല്പം കൂടി നീളത്തിൽ കിടന്നാലും നല്ലതാണ്. ഇങ്ങനെ അതൊന്ന് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു 1 ഇഞ്ചോ 1/2 ഇഞ്ച് ആയാലും കുഴപ്പമില്ല കേട്ടോ. ആ മുകളിലെത്തത് അവിടെ നമുക്കൊന്ന് കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലൊരു പീസ് തുണിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ തുണി നമ്മൾക്ക് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തില്ലായിരുന്നു, ആ ക്രഞ്ചീസിൻ്റെ 2 അറ്റം തമ്മിൽ ജോയിൻ ചെയ്ത ആ തയ്യൽ തുമ്പുണ്ടല്ലോ, തയ്യൽ കാണുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് നമുക്ക് ഇതിട്ടിട്ട് കെട്ടി കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ സാധാരണ കെട്ട് ഇങ്ങനെ കെട്ടത്തില്ലേ, അതുപോലെ ഒരു കെട്ട്, ആ നമ്മളുടെ ആ തയ്യൽ കാണുന്നത് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം അവിടെ കെട്ടാനായിട്ട്. ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒരു കെട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ക്രഞ്ചീസ് റെഡിയാവും. ഇതുപോലൊന്ന് കെട്ടിയെടുത്തു. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രഞ്ചീസാണിത്. നമ്മളുടെയൊക്കെ ബുഷ് ഉണ്ടല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള ബുഷിലും നമുക്ക് ഇതുപോലെയൊക്കെ കെട്ടിയിട്ടൊരു സ്റ്റൈലായിട്ട് നടക്കാം. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്